കൊല്ലം കോർപ്പറേഷനിൽ CPM മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന VK അനിരുദ്ധൻ മത്സരരംഗത്തേക്ക് എത്തുന്നത് 37 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ്. 1988 ശേഷം സംഘടനാ രംഗത്ത് മാത്രം സജീവമായിരുന്ന അനിരുദ്ധനെ രംഗത്തിറക്കിയത് വാർഡ് നിലർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ്. യുവാക്കളായ എതിർ സ്ഥാനാർത്ഥികൾക്ക് തന്റെ ഒപ്പം ഓടിയെത്താൻ കഴിയുന്നില്ലെന്ന് അനിരുദ്ധൻ പറയുന്നു. നീണ്ട 37 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തിരഞ്ഞെടുപ്പിൽ ഒരു മത്സരത്തിന് ഇറങ്ങുന്ന ഒരു മുതിർന്ന സ്ഥാനാർത്ഥിയുണ്ട് കൊല്ലം ജില്ലയിൽ. കൊല്ലം CPMന്റെ കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരിക്കുന്ന VK അനിരുദ്ധനാണ് കൊല്ലം കോർപ്പറേഷന്റെ കന്നിമേൽ വെസ്റ്റ് ഡിവിഷനിൽ നിന്നും ജനവിധി നേടുന്നത്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് LDFന് അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ മേയർ സ്ഥാനത്തേക്ക് പോലും പ്രഥമ പരിഗണന നൽകുന്ന ആളുകളിൽ ഒരാളാണ് VK അനിരുദ്ധൻ. 1988 എനിക്ക് തോന്നുന്നു ശക്തികുളങ്ങരയിലെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അതിനുശേഷം മത്സരരംഗത്തേക്ക് സജീവമായി ആദ്യമായിട്ട് വന്നിരിക്കുന്നു വേണമെങ്കിൽ പറയാം. എങ്ങനെ തോന്നുന്നു ഈ ഒരു ഇത്രയും ഗ്യാപ്പ് കഴിഞ്ഞിട്ട്? ഗ്യാപ്പ് എന്നെ സംബന്ധിച്ചൊരു പ്രശ്നമുള്ള കാര്യമല്ല. കാര്യം എന്തെന്ന് വെച്ചാൽ ഈ കാലം അത്രയും വളരെ സജീവമായ രാഷ്ട്രീയ പ്രവർത്തനത്തിലാണ്. എത്രയോ തെരഞ്ഞെടുപ്പുകൾ നേതൃത്വം കൊടുത്താൻ. ഇപ്പം 2000 കോർപ്പറേഷന് ഭരണം കിട്ടുന്നത് മൈനോറിറ്റി ആയിട്ടാണ്. ന്യൂനപക്ഷ 2 സ്വതന്ത്രമാരുടെ പിന്തുണയോടെയാണ്. അന്ന് ഈ പഞ്ചായത്തിൽ നിന്ന് 7-ൽ 5 സീറ്റാണ് നേടിയത്. അത് കിട്ടണം, ഒരു പുതിയ സംവിധാനമാണ്. അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അശ്രാന്ത പരിശ്രമത്തിലായിരുന്നു. ഓരോ ഘട്ടത്തിലും അതിനെ പുരോഗമിപ്പിക്കുവാനുള്ള നിലപാട് സ്വീകരിക്കും. നാട്ടിൻപുറത്തെ രാഷ്ട്രീയത്തിൽ എനിക്ക് അപരിചിതരല്ല. ഞാൻ ഒരുപക്ഷെ ഇവിടെ നിന്ന് 4 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് അവിടെ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയായെത്തുന്നത്. പക്ഷെ ഇതെല്ലാം എൻ്റെ രാഷ്ട്രീയ പ്രവർത്തന തട്ടകം എന്ന നിലയിൽ എനിക്ക് ഉറച്ച മണ്ണാണ്. അത് മറ്റൊന്നല്ല, ഉറച്ച ഇടതുപക്ഷമുള്ള സ്ഥലമായത്. 37 വർഷം സംഘടനാ പ്രവർത്തനത്തിൽ തന്നെയായിരുന്നു സജീവം. പാർട്ടിയുടെ പല തലങ്ങളിലും കർഷകരോടൊപ്പം ഒക്കെ ചേർന്ന് പ്രവർത്തിച്ചു. വീണ്ടും ഒരു ജനവിധിക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മാറ്റമൊക്കെ ഉണ്ടാവുമല്ലോ 37 വർഷം കൊണ്ട്. ആദ്യം എനിക്കൊരു പ്രയാസം പോലെ തോന്നി, സ്ഥാനാർത്ഥിയെ രൂപപ്പെടുത്തുക എന്നുള്ള വലിയ പാടല്ലേ. പക്ഷെ ഞാനങ്ങ് രൂപപ്പെട്ട് നല്ലതുപോലെ ഞാനിപ്പോൾ സ്ഥാനാർത്ഥിയായി രൂപപ്പെട്ട് നിൽക്കുന്നത്. 37 വർഷം എന്നത് എൻ്റെ വലിയ ചെറുപ്പായിട്ടാണ് എനിക്ക് വന്നത്. പിന്നിട്ടതാണെങ്കിൽ മനസ്സിലായില്ല. പാർട്ടിയിലെ ഒരു ഘടന വെച്ച് നോക്കുമ്പോൾ മത്സരിക്കുന്നതിൽ സീനിയർ മോസ്റ്റ് അംഗമാണ്. അപ്പോൾ ഈ പൊതുവെയുള്ള ചർച്ചകളിലൊക്കെ ഒരു മേയർ സ്ഥാനത്തേക്ക് പോലും പരിഗണിക്കപ്പെടുന്ന നേതാവാണ്. അതെല്ലാം പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങളോട് ചേർന്നേ ഞാൻ എന്നും നിന്നിട്ടുള്ളത്. പാർട്ടി എന്ത് തീരുമാനിക്കുന്നു ആ തീരുമാനം നടപ്പാക്കി മുമ്പോട്ട് പോകും. എക്കാലവും അങ്ങനെയാണ്, ഇനിയും തുടർച്ചയായി അങ്ങനെയാണ്. 2 യുവ സ്ഥാനാർത്ഥികളെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ UDFിലാണെങ്കിലും NDAയിലാണെങ്കിലും മത്സരിക്കുന്ന അവരോടൊപ്പം ഓടിയെത്താൻ കഴിയുന്നുണ്ടോ? ഞാൻ ഈ കറുപ്പടിച്ചാൽ നിങ്ങൾക്ക് ഞാൻ യുവാവിന് അവരെക്കാൾ ചെറുപ്പമാണെന്ന് തോന്നുന്നു. ഞാൻ വൈറ്റ് അടിച്ചേക്കുന്നത് കൂട്ടിയാൽ പോരെ. അവരെന്നോടൊപ്പം ഓടി നിൽക്കുന്നില്ല എന്നതാണ് ഇവിടെ കാണുന്ന ഒരു അനുഭവം. കോർപ്പറേഷനിൽ LDF പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ഒരു തുടർഭരണം തന്നെയാണ്. VK അനിരുദ്ധൻ ഒരുപക്ഷെ അതിലൊരു മേയർ സ്ഥാനാർത്ഥിയൊക്കെ വരികയും ചെയ്യാം. പരമാവധി ആളുകളെ കൂടുതൽ തവണ നേരിട്ട് കാണാനുള്ള ഒരു പ്രവർത്തനവുമായി തന്നെയാണ് LDF സ്ഥാനാർത്ഥി മുന്നേക്ക് പോകുന്നത്. കൊല്ലത്ത് നിന്ന് ലിജോ റോളൻസ്, മീഡിയ 1.